മുടിഞ്ഞ കാലിനെ കൊണ്ട് തോച്ച് എന്നും കള്ളും കുടിച്ച് കയറി വന്നിട്ട് ഇടിയാ അറിയാവോ? 20 വർഷമായി തുടങ്ങിയിട്ട് 20 വർഷം. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മനുഷ്യൻ. നല്ല തടിയും തന്നെ ഉള്ള ഒരുത്തരാ. എന്തെങ്കിലും പണിക്ക് പോകരുതോ? നടക്കുക നടക്കുക അങ്ങ്. എന്തോന്നാടി നേരം വെളുക്കുന്നതിന് മുമ്പ് കിടന്ന് കിളിയില്ലാന്ന് കിടന്ന് ചീവിടുന്ന പടം ഒറ്റ ഇടിയാനിട്ട് തരും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ മനുഷ്യ? എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? എനിക്കിവിടെ ഉത്തരവാദിത്വം ഉണ്ടാകും. നീ പറയുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യാതിരിക്കുന്നുണ്ടോ? ഉണ്ട്. പിന്നെന്താടി ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയുന്നു? രാവിലെ ഞാൻ എഴുന്നേറ്റ് 8 മണിയാകുമ്പോ എഴുന്നേറ്റ് കാപ്പി കുടിക്കുന്നുണ്ടോ? ഉണ്ട്. പുറത്തു പോയിട്ട് കൃത്യം 1 മണി 2 മണിക്കുള്ളിൽ വന്ന് ആഹാരം കഴിക്കുന്നുണ്ടോ? ഉണ്ട്. വൈകിട്ട് 10-11 മണി ഒന്നല്ലെങ്കിൽ ഈ പരുവത്തില്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് കയറുന്നുണ്ടോ? വീട്ടിൽ വന്ന് കയറുന്നുണ്ട്. ഉണ്ട്. പിന്നെന്തോന്നാണ് ഉത്തരവാദിത്വം ഇല്ലെന്നോ? എങ്ങനെ ഉണ്ടാകുന്നെന്ന് അറിയുന്നുണ്ടോ? അരിയില്ല, പഞ്ചസാരയില്ല, മണ്ണെണ്ണയില്ല, തേയിലയില്ല, ഒരു വകയില്ല. അറിയാവോ? ഒന്നുമില്ലല്ല. പക്ഷെ ഇവിടെ ഞാനുണ്ടോ? എന്തോ ഉണ്ടോന്നു? ഞാനിവിടെ ഉണ്ടാവും. നിങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കഥയുണ്ടോ? അതന്നെ കഥ. എന്തോ കഥ? ഞാൻ ഉള്ളത് തന്നെ കഥയാണ്. ഒരു കുടുംബജീവിതത്തില് ഇവിടെ എന്തുമാത്രം ബില്ലാ വന്ന് കിടക്കുന്നറിയാവോ? നിങ്ങൾക്ക്? കറണ്ടിന്റെ ബില്ല് വന്ന്, ഗ്യാസിന്റെ ബില്ല് വന്ന്, എന്തിന് വെള്ളത്തിന്റെ വരെ ബില്ല് വന്ന്. ഇതിലേതാ ആദ്യം അടയ്ക്കേണ്ടത്? ആദ്യം നിന്റെ വാടക. നിങ്ങളുടെ എത്ര കാലം തൊട്ട് ഞാൻ പറയുന്നത് ഈ ബൾബ് മാറ്റി ട്യൂബിടണമെന്ന് ഞാൻ പറഞ്ഞോ? അതിനാണ് ബൾബ് മാറ്റി ട്യൂബിട്ടാ പ്രകാശം വരും. പ്രകാശം. അത് ശരി. അപ്പൊ പ്രകാശന് വരുത്തണം. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം. അവർക്ക് പ്രകാശനമായിട്ടിരുന്നു സൊള്ളാത്രയുള്ള. എന്തുവാ മനുഷ്യായി പറയുന്നത്? പ്രകാശനം വേണം എന്ന് പറഞ്ഞാൽ ഏത് പ്രകാശനാ? ഏത് പ്രകാശനം? നിങ്ങൾക്ക് എന്താന്നാണ് രാവിലെ നടന്ന് ചെലക്കുന്നത്? ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോ നിക്കളാക്കരുതെന്ന്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്താൽ കേട്ടില്ല. നമ്മൾ ആണുങ്ങൾ നമ്മൾ കൊടുക്കേണ്ട രീതി കൊടുത്തെങ്കിൽ. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറയാം, ഈ കുടി നിർത്തിയാൽ ഈ കുടുംബം എന്ത് സന്തോഷിച്ചിരിക്കും? സന്തോഷിച്ചിരിക്കുമെന്ന്. അപ്പൊ സന്തോഷം ഉണ്ട് അതിനകത്ത്. അവനായിട്ട് ചിരിച്ചോണ്ടിരിക്കണം. നിനക്ക് സന്തോഷമായിട്ട് ചിരിക്കണം, പ്രകാശനെ വരുത്തണം. ഇതൊക്കെയാണ് അവിടെ കാര്യം. ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയത് അവർക്കകത്ത് സുഖിച്ചില്ല. ഞാൻ പറഞ്ഞേക്കാം, ഇത് കണ്ട കാണിക്കുന്ന പണി കണ്ടോ? എലിന്ന് പറഞ്ഞാ പുലിന്ന് കേൾക്കും, എന്നിട്ട് തൊലിന്ന് എഴുതും. കൈ ചൂണ്ടി എന്തോ ചെയ്യുന്നു? കൈ ചൂണ്ടി എന്തോ ചെയ്യുന്നു? വേണ്ട വലിയ ആളാകുക. എത്ര നാളെ തൊട്ട് സഹിക്കുകയെന്നറിയാവോ? ഞാനൊരു പെണ്ണല്ലേ, സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? 20 വർഷമായി തുടങ്ങിയിട്ട് ഈ കുടുംബജീവിതം. അറിയാവോ? ആണാന്നും പറഞ്ഞ് നടക്കുക, ഒരു ഉത്തരവാദിത്വം ഇല്ല. പെങ്ങന്മാരെ നിങ്ങൾക്കും അറിയാമല്ലോ, നിങ്ങളുടെ വീട്ടിലും ഭർത്താക്കന്മാരില്ലേ? ഇല്ലേ? എന്തെങ്കിലും പറയുമ്പോൾ ഇരുന്ന് കിണിച്ചാൽ പോരാ, ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാ. അറിയാവോ? കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അങ്ങോട്ട് എണ്ണീറ്റ് പോയതാണ്ടേ അടുക്കള ചോറ് വിളമ്പി വെച്ചേക്കുന്നു. എടുത്ത് പോയി തിന്നുണ്ട് എവിടാന്ന് വെച്ചാൽ പോകാൻ നോക്ക്. കിടക്കുന്നു. ആണോ അണ്ണാ? അങ്ങോട്ട് എണ്ണീക്കണ്ണാ. എണ്ണോ, ചുമ്മാ പറ്റിക്കല്ലേ. പോയി എണ്ണീറ്റ് പോയി ചോറുണ്ണു. ചെല്ല എളുപ്പമാട്ടെ. ആണോ? എനിക്ക് അണ്ടി ആഫീസിൽ പോകേണ്ടതാ. എളുപ്പം എണ്ണീറ്റ് പോയി വല്ലതും കഴിച്ചോണ്ട് പോ. അണ്ണോ അണ്ണാ, അയ്യോ അണ്ണാ, അണ്ണാ, അണ്ണാ. സരളേ, എന്റെ കരളേ, എന്താ നമുക്ക് ചരളി പോയി ഒരുത്തം ബോധമില്ലാതെ കിടക്കുമ്പോഴാണോ ചരലി കിടന്ന് ഉരുളുന്നത്? അല്ലാത്ത സമയത്ത് നിന്നെ ഒന്നും കാണത്തില്ലല്ലോ. ഇതെന്നാ പറ്റി സരളേ? എടാ, 1ഉം 2ഉം പറഞ്ഞ് ഞാനൊരു അടി വെച്ച് കൊടുത്ത് ബോധമില്ലെന്ന് നോക്കിക്കേ. ഇത് പുള്ളിയുടെ നമ്പർ ആയിരിക്കും. പുള്ളി ഡെയിലി വെള്ളം പിടിച്ച് ഞാൻ കാണുന്നില്ലേ? ഇപ്പൊ തരാം. ഒരു പൈൻറ്റും മേടിച്ചിട്ടാ വന്നിരിക്കുന്നേ. തമാശയാന്നേ.
രാണോ അങ്ങോട്ട് എണ്ണീക്കാൻ. രാണോ രാണോ, രാണോ എനിക്ക് വയ്യ. നീ കരഞ്ഞ് ഒച്ച ഉണ്ടാക്കാതെ, ആള് തട്ടിപ്പോയി. ഏ? നീ ആപ്പാടെ പ്രശ്നം ഉണ്ടാക്കാൻ നീ പോയി ചാക്കി എടുത്തിട്ട് വാ. ആള് തട്ടിയോ? തട്ടിപ്പോയി. അയ്യോ എനിക്ക് വയ്യ. സരള നീ കരഞ്ഞ് കൊളവാക്കരുത്. നീ പോയി ഒരു ചാക്ക് എടുത്തിട്ട് നമുക്കൊരു അഡ്ജഷൻ ഉണ്ടാക്കാം. എങ്ങനെ? ഇത് ശവത്തെ എവിടത്തിൽ കൊണ്ട് കളയാവടി. ആണോ? നീ ഇപ്പൊ ചാക്ക് എടുത്തിട്ട് വാ. ഞാൻ എടുത്തോണ്ട് വരാം. ഇതിപ്പോ ഞാൻ വേഗം തരാം. ഇത് ദൈവമേ. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലയോ? ശവം. അയ്യടാ, അങ്ങനെ ഷൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നീ എത്രയ്ക്കും ഷൈൻ ചെയ്യണ്ട. ഇത്രയും പൗഡറൊക്കെ മതി കേട്ടോ. സരളേ, സരളേ, എന്നാ? അയ്യോ ഇതിനെ ഈ കോലത്തിലാക്കി വെച്ചോ. ചന്ദ്രനിൽ പോകാൻ കിടക്കുമല്ലടി. ആ ശവം മരിക്കുമ്പോ കെട്ടുന്നയാ. ആണോ? ആള് മരിക്കുമ്പോ കെട്ടുന്നയാ. പിടി ഒക്കെ എടുത്ത് കയറ്റി. ഞാൻ പിടിച്ചോ. കസേര അവിടെ പോയി, അത് കൊണ്ടുപോകണ്ട. അത് ആവശ്യമുള്ള, ഇത് ആവശ്യമില്ലാത്തത്. അടിച്ചു കാട്ടി. എവിടെങ്കിലും കൊണ്ട് കള. എവിടെ നിക്കേ? എവിടെ കൊണ്ട് കളയുന്നേ? എവിടെ കൊണ്ട് കളയും? എവിടെ കൊണ്ട് കളയുന്നേ? എവിടെ കൊണ്ട് കളയുന്നേ? എനിക്കറിയാമേ. നീ എവിടെ കൊണ്ട് കളയാനാ പ്ലാൻ? എവിടെ കൊണ്ട് കളയാനാ? എവിടെങ്കിലും കൊണ്ട് കളയ. എനിക്ക് വയ്യ. റെയിൽവേ ട്രാക്ക് കൊണ്ട് കളഞ്ഞാലോ? ആ കൊണ്ട് കളയുന്ന. സന്ധ്യ ആയിട്ടെന്ന്. സന്ധ്യ ആകാനോ? സന്ധ്യ ആകുന്നേരം വരെ ഇതെങ്ങനെ ഇവിടെ വെച്ചോണ്ടിരിക്കാനാ? ഇത് ഭരണപ്പുറത്തേക്ക് കൊണ്ട് വെക്ക്. എനിക്ക് വയ്യ. പഴയ തുരുമ്പ് പാത്രങ്ങൾ എടുക്കാനുണ്ടോ? പഴയ ചെമ്പ് പാത്രങ്ങൾ എടുക്കാനുണ്ടോ? സരളേ, പാത്രങ്ങൾ ഐഡിയ. ആ. നമുക്ക് ആക്രിക്കാരന് ഈ സാധനം കൊടുത്താലോ? ഓയ് ഓയ് ആക്രി വാ. ചെമ്പ് പാത്രങ്ങൾ എടുക്കാനുണ്ടോ? പഴയ പാത്രങ്ങൾ എടുക്കാനുണ്ടോ? പഴയ പാത്രങ്ങളൊക്കെ. പാത്രം മാത്രമല്ല, വേറെ ടി വി ഒക്കെ എടുക്കുവോ? ടി വി ഒക്കെ എടുക്കുവോ? പഴയ ടി വി എല്ലാം എടുക്കും. പഴയ ടി വി മിക്സി എല്ലാം എടുക്കും. അപ്പൊ ഈ ടി വി മിക്സി ആയത്. ഇത് എടുത്തോ, ഇത് എടുത്തോ. നല്ല ടി വി. ടി വി എങ്ങനുണ്ട്? നല്ല ടി വിയാ. ചെറുതാ. ചെറിയ ടി വി. ആ. ഇങ്ങനെ ഗ്രെയിൻസ് ഒക്കെ വരുമോ? ആ ഇടക്കിടക്ക് ഗ്രെയിൻസ് ഒക്കെ വരും. പിക്ചർ ട്യൂബിന് നല്ല ക്ലാരിറ്റിയാ കേട്ടോ. ആ ചുറ്റൂമിന് നല്ല ക്ലാരിറ്റി. നല്ല ക്ലാരിറ്റിയാ. അത് ശരി, ഞാൻ എടുത്തോളാം. പക്ഷേ ആ. കാണുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാ. എന്താ? ട്യൂൺ ചെയ്തെടുത്താൽ വല്ലപ്പോഴും ഒന്ന് കാണാം. ആ അങ്ങനെ ഒരു ടി വിയാ. മിക്സി ഉണ്ട്. മിക്സി ഉണ്ട്? ആ 2 മിക്സി ഉണ്ട്. ദൈവമേ, ഇന്നത്തെ കോളായി. നല്ല സ്പീഡാ മിക്സിക്ക്. നല്ല സ്പീഡാണ്. ഏത് കമ്പനിയുടെ? സുമിത്ത്. സുമിത്ത് കമ്പനി. കുഴപ്പമില്ല, നല്ല വില. ഇപ്പൊ ചെറിയ സ്പീഡ് കുറവൊക്കെയാ. സ്പീഡ് കുറവാണ്. അതെ അതെ. കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം. എത്ര അല്ല, രൂപ? അപ്പൊ എത്ര രൂപയ്ക്ക് എടുക്കും ഇത്? എത്ര രൂപ വേണം? എത്ര രൂപ തന്നാലും കുഴപ്പമില്ല. ഈ സാധനം ഇവിടുന്ന് മാറ്റി തന്നാ മതി. ഇല്ല, എന്നാലും എത്ര രൂപ? ഒരു രൂപ നമ്മളൊന്ന് പറഞ്ഞൊരു കാര്യം ഉറപ്പിക്കണമല്ലോ. എത്ര രൂപ തരും? എത്ര രൂപ തരും? ഒരു 300 രൂപ രണ്ടും കൂടെ. 300 രൂപ. 300. ഉറപ്പിച്ച 300 എങ്കിൽ 300. ഉറപ്പിച്ച്. എന്നാ, ഇത് 300 ആയിട്ട് 200 അല്ലേ ഉള്ളൂ. പറഞ്ഞോളൂ, ഇത് 200 അല്ലേ ഉള്ളു. ബാക്കി 100 അല്ലേ? അത് ഞാൻ പോകുന്ന വഴി വാങ്ങിക്കോളാം.